ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മത്തങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം മത്തങ്ങ വെച്ച് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിയോളൂ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലേക്കുള്ള ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊക്കെ ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് നിറം മാറുന്ന രീതിയിലൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെയും ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയാവുകയെ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പം അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതൊന്നും ഒരുപാട് അങ്ങ് വയറ്റി അങ്ങ് വെന്ത് കുഴയുന്നവരെയൊന്നും വയറ്റിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അതല്ലാതെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതിയാവുകയെ. ഇപ്പോൾ ദാണ്ട ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നതേ ഉള്ളൂ, ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ലേ. അപ്പോൾ ഇതുവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന മത്തങ്ങയാണ് കേട്ടോ, അതായത് നമ്മുടെ പംകിൻ ഉണ്ടല്ലോ, അതാണ് ചേർത്തേക്കുന്നത്. അത് ഇതുപോലെ അത്യാവശ്യം ഒന്ന് വലുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ അരിയൂലേ, അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് ഇതിലിട്ട് നന്നായിട്ട് ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാവേ. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഈ കറി ഉണ്ടല്ലോ ചോറിന് മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറുമാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും പംകിൻ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു വട്ടം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പംകിൻ വേവാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഒരല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മതിയാവും കേട്ടോ. ഇതൊന്ന് വെന്ത് വരാൻ 5-6 മിനിറ്റ് മതി. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവുമ്പോഴേക്കും ഒരു കുഞ്ഞു മസാല ഒന്ന് റെഡിയാക്കാം. അതിന് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അരക്കപ്പിലും താഴെയായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണോളം ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ചെറിയ ജീരകം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നല്ല ടേസ്റ്റ് കൊടുക്കും. ഒരു ടേബിൾ സ്പൂണോളം പിന്നെ നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മറക്കാതെ ഒന്ന് ചേർത്തേക്ക്, കറി നന്നായിട്ട് കുറുകിയും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതും ചേർത്തിട്ട് ഒരല്പം വെള്ളവും ചേർത്ത് ഒരു പച്ചമുളകും കൂടെ ചേർത്താണ് ഇതുപോലെ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കണേ. ഇപ്പോൾ ദാണ്ട നമ്മുടെ പംകിനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തോന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതുപോലെ ഒന്ന് അമർത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടായിട്ട് തന്നെ മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഇത് വെന്തു എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വെന്ത് വരുമ്പോഴേക്കും ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാണ്ടെ ഇതെല്ലാം നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് തന്നെ കുറച്ച് വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ചധികം വെള്ളം ചേർത്തില്ലെങ്കിലും ഇപ്പം നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം ഇനി. അപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഇത് അല്പം കുറുകിയിരുന്നാലേ ഈ കറി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരല്പം കുറുകിയാണ് ഇത് വെക്കുന്നത്. അതിൽ ഒരുപാട് വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം.
ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഒന്നിട്ട് കൊടുക്കാം. ഞാനൊരല്പം കൂടെ ചേർക്കുന്നുണ്ടേ. ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കാര്യം ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്തേക്കുന്നത് കൊണ്ട് അതൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ അരിപ്പൊടി ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ കറി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുവേ. തണുക്കുമ്പോഴേക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ദാണ്ടെ ഇതുപോലൊന്നങ്ങ് മിക്സാക്കി നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാണ്ടെ കറി ഒരു രണ്ട് തിളയൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കറി നല്ലപോലെ ഒന്ന് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണ്. കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഈ പംകിനൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന കറിയാണ്. ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണേ. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ. പംകിനൊന്നും വെറുതെ എടുത്ത് കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായിട്ടും ഇഷ്ടാവും ട്ടോ. ഇതിനി തണുത്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടെ അങ്ങോട്ടങ്ങ് കുറുകാൻ തുടങ്ങും. കണ്ടോ ഇത്തിരിയും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പം നമുക്കിനി ഒട്ടും സമയം കളയാനില്ല. ഇനി ചൂട് ചോറിൻ്റെ കൂടെ ഇതങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പം ചോറിൻ്റെ കൂടെ ഇത് മാത്രം വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ ഒരു പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോഴേ ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.